ഗോൾഡ് ജുവലേഴ്സിന് ഈ സമയം നല്ല രീതിയിൽ അതൊരു ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ഗോൾഡ് ഒരുപാട് കയറാൻ നേരത്തെ ഇത്തിരി ബിസിനസ് ഡിം ആവാറാണ് പതിവ്. അതിന്റെ കൂടെ കോമ്പറ്റീഷനും കൂടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് വലിയ ബ്രാൻഡ് നെയിംസ് ഉണ്ട്. അപ്പൊ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കോമ്പറ്റീഷൻ കാരണം അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കീംസ് അവർ കൊണ്ടുവന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അധികം എല്ലായിടത്തും കാണുന്നത് പേപ്പർ അഡ്വർടൈസ്മെന്റ് നോക്കിയാലും ആർട്ടിക്കിൾസ് നോക്കിയാലും ഇന്റർവ്യൂ നോക്കിയാലും ഗോൾഡിന്റെ ഒരു അഡ്വാൻസ് പേ സ്കീം അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് പേയ്മെന്റ് സ്കീം എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. എന്താണ് ആ സ്കീം? അഡ്വാൻസ് ബുക്കിംഗ് സ്കീം എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു 6 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 1 കൊല്ലം കഴിഞ്ഞ് അവർക്ക് ഒരു നിശ്ചിത ടൈമിനുള്ളിൽ ഈ ഗോൾഡ് അവിടെ കിട്ടും. എന്ന് പറഞ്ഞാൽ 6 മാസം ഇപ്പോഴത്തെ വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ എനിക്കൊന്ന് ഏതാണ്ട് 11,000 മുകളിലേക്കാണ് ഗ്രാമിന് വില വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇനിയും ഇതിൻ്റെ വാല്യൂ കൂടാം. അപ്പം അങ്ങനെ ഒരു കണക്ക് കൂട്ടിക്കൊണ്ട് അഡ്വാൻസ് ബുക്കിങ്ങിലേക്ക് ഇവർ വരും. കാരണം അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് കിട്ടുന്നത് കൂടുതലും ഈ പറയുന്ന ക്ലയൻറ്റിനായിരിക്കും. കാരണം പലപ്പോഴും ഇതിൻ്റെ വില കയറിപ്പോയി കഴിഞ്ഞാൽ ഈ ലോക്ക് ചെയ്ത പ്രൈസിന് തന്നെ 11,000 ആണ് 11,000, 12,000 ആണ് 12,000 തന്നെ കസ്റ്റമർക്ക് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ 11,000 നിൽക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കയറി 15,000-ലേക്ക് 15,000-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം 4,000 രൂപയാണ്. പെർ ഗ്രാം 4,000 രൂപ. അപ്പം 10 ഗ്രാമായാൽ 40,000 രൂപ, 100 ഗ്രാമായാൽ 4 ലക്ഷം രൂപ, 1 കിലോ എന്നാൽ 40 ലക്ഷം രൂപയാണ് ഒരു ഗോൾഡ് ജ്വല്ലറിക്ക് നഷ്ടം വരാവുന്നത്. അങ്ങനെയുള്ള സാഹചര്യം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജ്വല്ലറിയെ സംബന്ധിച്ച് ആ നഷ്ടം നികത്താനായിട്ട് അഡ്വാൻസ് ബുക്കിംഗ് എടുക്കുന്ന സമയത്ത്, അഡ്വാൻസ് ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി വിൽക്കുകയാണ്. കാരണം ആ ബുക്കിംഗ് എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി ഇവർ അവിടെ സെല്ല് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വില താഴേക്ക് വന്നാൽ ജ്വല്ലറിക്ക് അനുകൂലമാണ്. കാരണം പക്ഷേ അനുകൂലമാണെങ്കിലും ആ താഴത്തെ വിലയ്ക്ക് തന്നെ ആയിരിക്കണം കസ്റ്റമർക്ക് കൊടുക്കാൻ. അതാണ് നമ്മുടെ കേരളത്തിലെ ജ്വല്ലേഴ്സിൻ്റെ ഒരു നിയമം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യേണ്ട ഒരു കാര്യം, ഇവർക്ക് സേഫായിട്ട് ഈ സംഭവം മുന്നോട്ട് പോകണമെങ്കിൽ ഈ അഡ്വാൻസ് ബുക്കിംഗ് 100 ഗ്രാം വന്നു, അല്ലെങ്കിൽ 50 ഗ്രാം വന്നു, അല്ലെങ്കിൽ 1 കിലോ വന്നു, 2 കിലോ വന്നു, എത്ര ഗ്രാമാണ് എത്ര കിലോയാണോ വരുന്നത്, ആ അഡ്വാൻസ് ബുക്കിംഗ് വരുന്ന സമയത്ത് തന്നെ ഇവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന ക്വാണ്ടിറ്റി MCXൻ്റെ എക്സ്ചേഞ്ച് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം മുത്തൂറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന അത്രയും ക്വാണ്ടിറ്റി ഇവർക്കൂടെ വെറും 8% മുതൽ മുടക്കിയാൽ വാങ്ങി വെക്കാം. എന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞാണ് ഇവർക്കത് ക്ലയൻറ്റിന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതോടെ വിറ്റേക്കുക. അപ്പോൾ ഇവിടെ വരുന്ന നഷ്ടം ഇവിടെ ലാഭമായിരിക്കും. അപ്പോൾ അത് ഒരു പ്രൈസ് ലോക്കാണ്. അപ്പോൾ ആ പ്രൈസ് ലോക്കിങ്ങിലൂടെ ഈ പറഞ്ഞ ജ്വല്ലേഴ്സിന് വരുന്ന നഷ്ടം ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു അട്രാക്ഷൻ. കാരണം ഇതൊരു ഹെഡ്ജിങ്ങിന് വേണ്ടി തന്നെയാണ് MCX എക്സ്ചേഞ്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ.